നമുക്കിന്ന് വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈസി സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ തമ്മിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, പൊട്ടറ്റോ ചിപ്സ് ആണ് നമ്മുടെ ഇന്നത്തെ സ്നാക്ക്. പൊട്ടറ്റോ ചിപ്സ് ഇഷ്ടമില്ലാത്ത ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. എല്ലാ പ്രായക്കാർക്കും കഴിക്കാം. പിന്നെ കൊളസ്ട്രോള് BP ഒക്കെ ഉള്ള ആളുകൾ ക്ഷമിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഇതെന്താ കാണിച്ചില്ലേ? ഇപ്പൊ കിച്ചൂസ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന കോഫിയാണ്. ഇതിൽ എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും നോക്കാം. അപ്പോൾ പൊട്ടാറ്റോ ചിപ്സിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഒരു ചൂട് കാപ്പിയും കൂടി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആയിരിക്കില്ലേ? അത് ഞാൻ ഇപ്പോഴാട്ടോ കിച്ചൂസ് കയ്യിൽ തന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. ഈ പറഞ്ഞ നല്ല എരിവും അല്ലെങ്കിൽ എരിവില്ലാതെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിലും എരിവുള്ള പൊട്ടറ്റോ ചിപ്സ് ആണ് ഉണ്ടാക്കുന്നതെങ്കിലും ഒരു കോഫി ചൂടോടുകൂടി അല്ലെങ്കിൽ ഒരു ചായ ചൂടോടുകൂടി അതിന്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെന്താ സംഭവം? ഇതില് കുടിക്കാമോ? അപ്പൊ എന്റെ ഫേവറേറ്റ് കോഫിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ചിപ്സിന്റെ കൂടെ കോഫി എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടറ്റോ ചിപ്സിന്റെ റെസിപ്പിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് 1.1 മില്യൺ കഴിഞ്ഞു വ്യൂ. അപ്പോൾ അതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും കമന്റ്സ് വരുന്ന റെസിപ്പിയാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ ഫുൾ ക്രെഡിറ്റ് കിച്ചൂസിനാണ്. എന്താണെന്ന് വെച്ചാൽ കിച്ചൂസാണ് എനിക്ക് അതിന്റെ റെസിപ്പി പറഞ്ഞു തന്നത്. കിച്ചൂസ് ഇങ്ങനെ പല പല രീതിയിൽ പരീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് ഫൈനലായിട്ട് പിന്നെ ഞങ്ങൾ ആ രീതിയിൽ മാത്രമേ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കിച്ചൂസാണ് ആ രീതി കണ്ടുപിടിച്ച ആള്. അപ്പോൾ അതുകൊണ്ട് ക്രെഡിറ്റ് നമ്മൾ കിച്ചൂസിന് കൊടുക്കണമല്ലോ. അപ്പോൾ പൊട്ടറ്റോ ചിപ്സിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും തിന്നായിട്ട് മുറിച്ചെടുക്കുക, അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ആ ഒരു കുക്കിംഗ് ടൈം എപ്പോഴും ഞാൻ പറയാറുണ്ട്, എല്ലാ റെസിപ്പികളിലും കുക്കിംഗ് ടൈം ശ്രദ്ധിക്കേണ്ട റെസിപ്പികളാണെങ്കിലും നമ്മളത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിന്റെ കാര്യം പറഞ്ഞു വന്നത്. പൊട്ടറ്റോ ചിപ്സ് ആണെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ മിനിമം 7 മിനിറ്റെങ്കിലും എടുത്താലേ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സ് കിട്ടുള്ളൂ. അതുപോലെ ഫ്രഞ്ച് ഫ്രൈസിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസിന് എപ്പോഴും വരുന്ന കമന്റ്സ്, എന്തിനാണ് 2 പ്രാവശ്യം ഫ്രൈ ചെയ്യുന്നത്, ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ 2ാമത്തെ പ്രാവശ്യം എത്ര സമയം ഫ്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും കമന്റ്സ് വരാറുണ്ട്. അത് ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ പറയുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ ഓരോ സ്റ്റേജിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതുപോലെ ഫോളോ ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ പലരും വീഡിയോ ഫുൾ ആയിട്ട് കാണാതെ തന്നെ നമുക്കിപ്പോൾ കമന്റ് ചെയ്യാറുണ്ട്, ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തിട്ട് കറക്റ്റ് ആയില്ല, ഞാൻ ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുന്നത് എല്ലാവരും കമന്റ് ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കറക്റ്റ് ആയി, വീട്ടിലെല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ആ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് നമുക്ക് ഇതുപോലെ ഇൻട്രോ പറയുമ്പോൾ ഇരുന്നിട്ട് വിശദീകരിച്ച് പറയാൻ പറ്റില്ല. കുക്കിങ്ങിന്റെ ഇടയിൽ മാത്രമേ നമുക്ക് ആ സ്റ്റേജുകൾ കൃത്യമായിട്ട് അപ്പോൾ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ സമയത്ത് പറയുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടറ്റോ ചിപ്സ് ആണെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പൊട്ടറ്റോ ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവര് രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് എന്നെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആളുകളുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ പറയുന്നതിന് ഇടയിൽ കയറി പറയും. അപ്പോൾ ഞാൻ പറയുന്നത് സ്റ്റോപ്പ് ചെയ്യും, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് വല്ലാതെ അങ്ങ് ചിരി വരുന്നത്. വെച്ചാൽ നമുക്ക് ചിരി അങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് ആദ്യമേ തന്നെയായിട്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ കുറച്ച് വലിയ ഉരുളക്കിഴങ്ങ് എടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഉരുളക്കിഴങ്ങ് എടുക്കുക. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് നേരെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാനായിട്ട്. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് പീൽ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ പീൽ ചെയ്യുന്ന പോലെ തന്നെ ഇത് കത്തി ഉപയോഗിച്ച് മുറിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം ഇതുപോലെ പീൽ ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഉരുളക്കിഴങ്ങും തൊലി കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷമാണ് നമ്മൾ പൊട്ടാറ്റോ ചിപ്സ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചോദിക്കാം, നേരെ എണ്ണയിലേക്ക് തന്നെ ഇട്ടൂടെ, എന്തിനാണ് ഞാൻ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷേ നേരെ എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിലുള്ള നനവുകൊണ്ട് എണ്ണ പൊട്ടിത്തെറിക്കും. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പരിചയക്കുറവ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഒട്ടും തന്നെ പ്രശ്നങ്ങളില്ലാത്ത ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് നേരെ തന്നെ ഗ്രേറ്റ് ചെയ്ത് എണ്ണയിലേക്ക് ഇടണം എന്നുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇടാം.
അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് വലിയ പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്തിട്ട് ഈ വെള്ളത്തിലേക്കാണ് ഇടുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ച് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്ത് വെള്ളത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രേറ്ററിലാണ് ഇത് സ്ലൈസ് ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ ഗ്രേറ്റർ അല്ല, അതുകൊണ്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് അറിയില്ല. അപ്പുറത്ത് ശ്രീജിയുടെ ഗ്രേറ്ററാണ്. പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീജി എൻ്റെ പാക്കറ്റോടു കൂടിയാണ് തന്നത്. അപ്പോൾ പ്രൈസ് വരുന്നത് 207 രൂപയാണ്. ഇതിൽ കുറച്ച് ബ്ലേഡ്സ് ഒക്കെ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്തിടാം. അപ്പോൾ വെള്ളത്തിലേക്ക് തന്നെ ഇടുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുക, കൈ മുറിയാതെ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ഗ്രേറ്ററിൽ ഏറ്റവും നൈസായിട്ട് മുറിക്കാൻ പറ്റുന്ന ബ്ലേഡാണ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് കണ്ടോ, നമ്മൾ ഇതുപോലെ പിടിക്കുമ്പോൾ നമ്മുടെ വിരലുകൾ കാണാം. അത്രയ്ക്ക് നൈസായിട്ടാണ് ഇത് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്ത് ഇതുപോലെ ഇട്ട് വയ്ക്കട്ടെ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ നൈസായിട്ടുള്ള ബ്ലേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നൈസായിട്ട് കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാം. പക്ഷേ നമ്മൾ ഈ സ്ലൈസ് ചെയ്തെടുക്കുന്ന അത്രയും പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് 10 മിനിറ്റ് ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വെള്ളം മാറ്റിയെടുക്കുക. ഈ വെള്ളത്തിൻ്റെ നനവൊന്ന് മാറ്റിയെടുക്കണം. അതിന് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ടർക്കി ഒന്ന് വിടർത്തിയിട്ടിട്ട്, ഇപ്പോൾ നമ്മൾ അലക്കി ഉണക്കി വെച്ചിരിക്കുന്ന തോർത്താണെങ്കിൽ ആ തോർത്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് നിരത്തിയിടുക. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വീഡിയോയിൽ ഞാൻ കിച്ചൺ പേപ്പറിലേക്ക് ഇടുന്ന കാര്യം പറഞ്ഞപ്പോൾ കിച്ചൺ പേപ്പർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ വീട്ടിലുള്ളത്. എന്താണെങ്കിലും ഈ വെള്ളം വലിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് എണ്ണയും ചൂടാക്കാൻ വെക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിലെ വെള്ളം മാറിയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിൽ വേറൊരു ടർക്കി ഉപയോഗിച്ച് തന്നെ നമുക്ക് വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു തോർത്ത് ചെറുതായിട്ട് മടക്കിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം വലിഞ്ഞ് കിട്ടും. കണ്ടോ, ഇപ്പോൾ വെള്ളം വലിഞ്ഞു കഴിഞ്ഞു. ഇത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്ത് ഈ വെള്ളം മാറ്റിയെടുക്കാം. അതിനിപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റും. ഇത് കണ്ടോ, ഇതുപോലെ തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോയുടെ കളറൊന്നും മാറിയിട്ടില്ല. പിന്നെ ഉപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഫ്രഞ്ച് ഫ്രൈസിൽ ചെയ്തതുപോലെ ലാസ്റ്റ് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. കൂടുതൽ എണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടില്ല, ഹൈ ഫ്ലെയിമിലാണ്. ഇട്ട് തീർന്നിട്ട് ഉടനെ തന്നെ ഫ്ലെയിം കുറയ്ക്കും. ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ചു, മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി. ഇനി ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ ഉപ്പ് ചേർക്കുന്നതെങ്കിൽ ആവശ്യത്തിന് ഉപ്പെടുത്ത് 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഉപ്പ് മിക്സ് ചെയ്യുന്നത് കാണിക്കാത്തത്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും. പക്ഷേ പൊട്ടറ്റോ ചിപ്സ് തണുത്ത് കഴിയുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് അങ്ങ് പോകും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം എടുക്കുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ കുറച്ച് സമയം ക്ഷമയോടെ നിന്നാലേ ഇത് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട സ്റ്റേജ് ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു 6-7 മിനിറ്റ് എടുക്കും പൊട്ടറ്റോ കുക്കായി വരാനായിട്ട്. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമ്മൾ ചിപ്സൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കിളുങ്ങുന്ന പോലെയുള്ള സൗണ്ടില്ലേ, ആ സൗണ്ട് കേട്ട് തുടങ്ങുമ്പോഴാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു കിളുങ്ങുന്ന സൗണ്ട് കേൾക്കുന്ന ആ ഒരു സ്റ്റേജിലേക്കായിട്ടുണ്ട്. ഒരു 80% കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഉപ്പ് നീര് ചേർക്കുകയാണെങ്കിൽ ഉപ്പ് നീര് ചേർക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഈ പൊട്ടറ്റോ ഫ്രൈ ആയി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഹൈയിലാണ് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്ത് കോരി എടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വറുത്ത് കോരി എടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പൊട്ടറ്റോ ചിപ്സ്. ഇത് നമുക്ക് ഒരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റാം. അടുത്തതും ഇതുപോലെ തന്നെ
ഫ്രൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഫ്ലെയിം കുറയ്ക്കുക. ഒന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ ഉടനെ തന്നെ ഫ്ലെയിം കുറയ്ക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഉപ്പ് എങ്ങനെയാണ് ചേർക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. കുറച്ച് വലിയൊരു പാത്രത്തിലേക്കാണ് നമ്മളിനി ഈ പൊട്ടറ്റോ ചിപ്സ് ഫ്രൈ ചെയ്തത് മാറ്റുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയിക്കോളും. ആ ചെറിയ ചൂടോടുകൂടി തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചു വരും. ഇതുപോലെ തന്നെയാണ് നമ്മൾ മുളക് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പിയാണ്. ഉപ്പ് കുറച്ചുകൂടി വേണം. ഇതിലേക്ക് മുഴുവനും മുളക് പൊടി ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാത്രമേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് ഫ്രൈ ചെയ്യുന്ന ബാച്ചിലാണ് മുളക് പൊടി ചേർക്കുന്നത്. ഇതിന് ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ എടുത്ത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് കുറിക്കാൻ കൊടുക്കാം. വീട്ടിലുള്ള ആളുകൾക്കും വെറുതെ ഇരിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊട്ടാറ്റോ ചിപ്സിൻ്റെ പരിപാടി. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി ചേർക്കുന്നതും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്താ ബാക്കിയുള്ള പൊട്ടാറ്റോ ചിപ്സ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബൗളിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതുപോലെ ഈ ബൗളിൽ തന്നെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറേ അധികം ഉണ്ടാവുള്ളൂ, എരിവ് അധികം വരില്ല. അപ്പോൾ നമ്മുടെ എരിവുള്ളതും ഉപ്പുള്ളതുമായ പൊട്ടറ്റോ ചിപ്സ് രണ്ടും റെഡിയാക്കിയിട്ടുണ്ട്. പൊട്ടറ്റോ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ വെക്കേഷൻ കഴിയാറായി. ഈ സമയത്താണെങ്കിലും അതുപോലെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന നല്ല മഴക്കാലത്ത് ചൂട് ചായയും ഇതുപോലെയുള്ള പൊട്ടറ്റോ ചിപ്സൊക്കെ കഴിക്കാൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കുക, വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ടാക്കി കൊടുത്തിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുമില്ലല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.